ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാധയുടെ വീട്ടിലേക്ക് രണ്ട് സ്വാമികൾ വരുന്നുണ്ട്. അത് പുഷ്പന്റെ ഏർപ്പാടിൽ ഒരു കള്ളസ്വാമികളാണ്. എങ്ങനെയെങ്കിലും മുരളിയുടെയും ആരതിയുടെയും വിവാഹം ഉറപ്പിക്കാനുള്ള ഒരു നാടകമാണ് അവർ നടത്തുന്നത്. ചില കാര്യങ്ങളൊക്കെ സ്വാമി പറയുന്നുണ്ട്. ആരതി വന്നതും സ്വാമി പറയുന്നു, ഈ വീട്ടിൽ ചില ദോഷങ്ങളുണ്ട്. ഈ ദോഷത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. അബോധാവസ്ഥയിലായിരുന്ന ഈ കുഞ്ഞിനെ താലി കെട്ടിയത് ആരാണോ അവനെ ഒപ്പം നിർത്തി മുഴുവൻ വിവാഹ ചടങ്ങുകളും നടത്തണം. എന്നാലേ ദോഷം മാറൂ. അത് കേട്ട് ആരതി പറയുന്നു, കൊള്ളാം, നടന്നത് തന്നെ. അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് അവനെ ഈ വീട്ടിൽ നാട്ടി ഇറക്കിയതാ. പിന്നെയും അവനുമായിട്ട് ചേർന്ന് ഒരു കല്യാണ ചടങ്ങോ നടക്കില്ല സ്വാമി, വരട്ടെ. ഈ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിലേ ഞങ്ങൾ അതങ്ങ് സഹിച്ചോളാം. അത് കേട്ട് സീതമ്മ പറയുന്നു, ആരതി അങ്ങനെയൊന്നും പറയല്ലേ. ഈ പറയുന്നത് സർവനാശത്തിന്റെ വഴിയാണ്. ഞാൻ പറഞ്ഞ മട്ടിലുള്ള പൂജ ഈ വീട്ടിൽ നടത്തിയില്ല എങ്കിൽ ഈ വീട്ടിൽ ദോഷം ആകെ ബാധിക്കുന്നത് ഈ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂത്തയാൾക്കായിരിക്കും, ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക്. അവരോരോരുത്തരായി ബാധിച്ച് അവസാനമായിരിക്കും നാശം കുഞ്ഞിലേക്ക് എത്തുന്നത്. അത് കേട്ട് പെട്ടെന്ന് സീതമ്മയുടെ കയ്യിലിരുന്ന ആ വെള്ളവും മൊന്തയും കൂടി താഴെ വീഴുന്നു. അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് സീതമ്മ ആക്ഷൻ തുടങ്ങി. എല്ലാവരും അത് കേട്ട് ടെൻഷനോടെ ഇരിക്കുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ആകെ ഒരു പരവേശം, നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ സീതമ്മ പറയുന്നുണ്ട്. രാധയും ആര്യയും സീതമ്മയുടെ അരികിലിരുന്ന് ടെൻഷനോടെ തടവി കൊടുക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സീതമ്മയുടെ ദേഹമൊക്കെ തണുത്ത ഐസുകട്ട പോലെ ആയല്ലോ. അങ്ങനെ ആര്യയോട് വെള്ളം എടുത്തോണ്ട് വരാനായി രാധ പറയുന്നു. പെട്ടെന്ന് ആര്യ അകത്തേക്ക് പോയി വെള്ളം എടുക്കാൻ പോകുന്നു. അതിനിടയിൽ സ്വാമി പറയുന്നു, ദേ കണ്ടോ, ഇതൊരു സൂചനയാണ്, ഞാൻ കണ്ടില്ലേ. ഉടൻ പരിഹാരക്രിയയ്ക്ക് മുതിർന്നില്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുതിർന്നവർക്ക് ദോഷം സംഭവിക്കും. അത് അച്ചട്ടാണ്. പെട്ടെന്ന് ആര്യ അവിടേക്ക് വെള്ളവുമായി ഓടിയെത്തി അത് സീതമ്മയെ കൊണ്ട് കുടിപ്പിക്കുന്നു. വീണ്ടും സ്വാമിനി ആരതിയോട് പറയുന്നു, മോളി മാംഗല്യ പൂജയ്ക്ക് സമ്മതിച്ചില്ല എങ്കിൽ അമ്മയുടെ തല തന്നെ പൊട്ടിത്തെറിച്ചു പോകും. അത് കേട്ട് അയ്യോ എന്റെ തല, പിന്നെയും എനിക്ക് നെഞ്ചുവേദന എടുക്കണേന്ന് പറഞ്ഞ് കരയുകയാണ് സീതമ്മ. ആദ്യം അമ്മ, പിന്നെ അത് കഴിഞ്ഞാൽ ഈ കുട്ടി. അങ്ങനെ ദോഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈ കുടുംബത്തെ വേട്ടയാടും. ഒടുവിൽ എല്ലാവരുടെയും നാശവും കണ്ട് നീറി കുട്ടി മാത്രമാവും ഇവിടെ. എന്താ അതിനിടയാക്കണോ? ഇതെല്ലാം കണ്ട ശേഷം ആരതി പറയുന്നു, മതി, നിർത്ത്, മതി നാടകം. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ ഏത് പൂജ വേണമെങ്കിലും നടത്ത്. ആരുടെ കൂടെ വേണമെങ്കിലും എന്നെ പിടിച്ചിരുത്ത്. വേണമെങ്കിൽ എന്നെ കൊല്ല്, എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാത്തിനും ഞാൻ നിന്ന് തരാം. നിങ്ങളുടെയൊക്കെ ഇഷ്ടം തന്നെ നടക്കട്ടെ, നാശം എന്ന് പറഞ്ഞ് ആരതി മുറിയിലേക്ക് പോയി. ഒടുവിൽ സീതമ്മ വന്ന് സ്വാമിയോട്, നന്ദി സ്വാമി, വളരെ നന്ദിയുണ്ട്. അഞ്ജലി, സ്വാമിക്ക് ദക്ഷിണ കൊടുക്ക് എന്ന് പറയുന്നു. അയ്യോ, ദക്ഷിണയൊന്നും വേണ്ട അമ്മ, അതൊക്കെ നമ്മെ അയച്ചവൻ തരുമെന്ന് സ്വാമി. അയച്ചവനോ എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഒരു പരുങ്ങലോടെ പെട്ടെന്ന് സ്വാമിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അത് പിന്നെ കടവുൾ, ദൈവം, കുട്ടി ദൈവം, നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചവനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിക്കും അവൻ പ്രതിഫലം തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് മടങ്ങി. ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിലേക്ക് വരികയാണ് ആ സ്വാമി. പുഷ്പൻ അവിടേക്ക് വരുന്നു. ശംഭോ മഹാദേവ, സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടേക്ക് വരുന്നു. മനോഹരൻ ഇന്ന് കട്ട ഭൂമിയിലാണല്ലോ എന്ന് പുഷ്പൻ ചോദിക്കുന്നു. പോയ കാര്യം സക്സസ് ആയോ എന്നും ചോദിക്കുന്നുണ്ട്. ആവാതെ പിന്നെ എന്റെ പൊന്നാശാനെ, 10-30 വർഷമായിട്ട് തട്ടേ കയറി നാടകം കളിക്കാൻ തുടങ്ങിയതല്ലേ ഞാൻ. കലക്കണമെന്ന് പറഞ്ഞാൽ കലക്കി കാണികളുടെ കൈയടി വാങ്ങിച്ചിരിക്കും ഈ മനോഹരൻ. വിഷയം എന്താണെന്ന് ആശാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ വേറൊന്നും നോക്കിയില്ല, ഞാൻ അവളെയും കൂടി അങ്ങ് കൂട്ടി. അത് ശരി, അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടിയാണ് വേഷം കെട്ടി ഇറങ്ങിയത് അല്ലേ? എന്തായി, പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ആദ്യം അത് പറയുന്നേ, പുഷ്പൻ ചോദിക്കുന്നു. എല്ലാം വിജയകരമായി ആശാനെ. പൂജ എന്നല്ല, ഇനിയിപ്പോ യഥാർത്ഥത്തിൽ കല്യാണം എന്ന് പറഞ്ഞാലും ആ പെൺകുട്ടി സമ്മതിക്കും. അങ്ങനെയായിരുന്നല്ലോ ഞങ്ങളുടെ പെർഫോമൻസ്. പിന്നെ ഒരു കാര്യം സമ്മതിക്കാനുള്ളത്, ആ സീതമ്മയുടെ ഒരു സഹകരണമാണ്. അവര് നമ്മുടെ താളത്തിനൊത്ത് തുള്ളിയെന്നേ. ഒരൊറ്റ ആള് പോലും അറിഞ്ഞില്ല നമ്മളൊരു ടീമാണെന്ന്. കൊടുകൈ എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു. അങ്ങനെ ആ സ്വാമിയെ അകത്തേക്ക് കയറ്റിക്കൊണ്ടു പോവുകയാണ് പുഷ്പൻ. കൃഷ്ണന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇയാൾക്ക് ഒരു 4000 രൂപ കൊടുക്കണം, എന്റെ അടുത്ത സുഹൃത്താണെന്ന് പുഷ്പൻ പറയുന്നു. 4000 രൂപയോ? എന്തിന്, ആർക്ക്? അത് കേട്ട് പുഷ്പൻ പറയുന്നു, ഇത് മയ്യനാട് മനോഹരൻ, ഭാര്യ വിലാസിനി, രണ്ടുപേരും നാടകക്കാരാണ്. നാടകക്കാർക്ക് 4000 രൂപ കൊടുക്കുന്ന സ്ഥലമാണോ ഇത് എന്ന് ചോദിച്ച് കളയരുത്. ഇവരെ ഞാനൊരു ജോലി ഏൽപ്പിച്ചിരുന്നു. ആ ജോലി ഇവർ ഭംഗിയായി ചെയ്തോ, അതിനുള്ള കൂലിയാണ് ഈ 4000 രൂപ. എന്ത് ജോലി ഏൽപ്പിച്ചെന്നാ പുഷ്പൻ ചേട്ടൻ പറയുന്നത്?
അത് മനസ്സിലായില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ആരതിയുടെ പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന് പുഷ്പൻ. ഒന്നും മനസ്സിലാകാതെ കൃഷ്ണൻ പറയുന്നു, പ്രോബ്ലം സോൾവ് ചെയ്തെന്നോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ പുഷ്പൻ ചേട്ടാ. മുരളിയെ വർണ്ണമാല്യം അണിയിച്ച് സ്വമേധയ കല്യാണം കഴിക്കില്ല എന്നല്ലേ ആരതിയുടെ ശാഠ്യം? അത് അവൾ അംഗീകരിച്ചു. പകരം നമ്മളൊരു പൂജ നടത്തുന്നു, മംഗല്യ പൂജ. വാസ്തവത്തിൽ അതൊരു പൂജയല്ല, പൂജയുടെ മറവിൽ ഒരു കല്യാണം. അതുവഴി നമ്മൾ ആരതിയും മുരളിയും ഒന്നിപ്പിക്കുന്നു. ആ പരിപാടി സെറ്റാക്കാൻ ഇവരെ ഏർപ്പാടാക്കേണ്ടി വന്നു. അതിനുള്ള കൂലിയാണ് നേരത്തെ പറഞ്ഞതെന്ന് പുഷ്പൻ പറയുന്നു. ആ സമയം കൃഷ്ണന്റെ ഫോണിലേക്ക് അഞ്ജലി വിളിക്കുന്നു. അഞ്ജലിയാണല്ലോ, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കളയാം. രാധ പറയുന്നു, ഹലോ പ്രസാദേട്ട, ഒരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. ഇന്നിവിടെ 2 സ്വാമിമാർ വന്നിരുന്നു. ഒരു സ്വാമിയും പിന്നെ ഒരു സ്വാമിനിയും. കുടുംബത്തിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ ആദ്യം പറഞ്ഞത്. ദോഷപരിഹാരത്തിന് ഒരു പൂജ ചെയ്യണമെന്നും പറഞ്ഞു, ഒരു മാംഗല്യ പൂജ. മാംഗല്യ പൂജ എന്നാൽ ഒരാണും പെണ്ണും ദമ്പതി ഭാവത്തിൽ പൂജ ചെയ്യണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിന് അവർ നിർദ്ദേശിച്ചത് ആരതിയും മുരളിയുമാണ്. ആരതി സമ്മതിച്ചു. പ്രസാദേട്ടൻ വേണം മുരളിയെ കൊണ്ട് അവനെ സമ്മതിപ്പിക്കാൻ. എന്നിട്ട് എത്രയും വേഗം ഈ പൂജ നമുക്ക് നടത്തണം. ശരി, നമുക്ക് എത്രയും വേഗം നടത്തിക്കളയാം. ഞാൻ ഇപ്പോൾ തന്നെ മുരളിയോട് സംസാരിക്കാം. അവന്റെ സമ്മതം വാങ്ങിയിട്ട് ഞാൻ വിളിക്കാം എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു, എങ്കിൽ പിന്നെ പ്രസാദേട്ടൻ ഒരു കാര്യം കൂടി ചെയ്യോ? ഇതൊരു ശുഭകാര്യമല്ലേ, അതിൽ പങ്കെടുക്കാൻ പ്രസാദേട്ടന്റെ അച്ഛനെയും അമ്മയും കൂടി വിളിക്കേ. ഇതിൽ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ വിളിക്കാനായി. അത് കേട്ട് കൃഷ്ണൻ പറയുന്നു, ഏയ് അച്ഛനെയും അമ്മയൊന്നും ഇപ്പൊ വരുത്തണ്ട അഞ്ജലി. അച്ഛനാണെങ്കിൽ ഒരു മുൻകോപക്കാരനാ. എന്തെങ്കിലും ഒരു മുടക്കം പറഞ്ഞാൽ പിന്നെ നമുക്കിത് മുന്നോട്ട് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നമുക്ക് പിന്നീട് അറിയിക്കാം. ശരി, എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. പൂജയ്ക്ക് വേണ്ടത് ഞാൻ ഇവിടെ ഒരുക്കിക്കോളാം. പ്രസാദേട്ടൻ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് രാധ ഫോൺ വെച്ചു. കൃഷ്ണൻ പുഷ്പനോട് പറയുന്നു, പുഷ്പൻ ചേട്ടാ പറഞ്ഞത് ശരിയാണ്, ആരതിയെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. സ്വാമി പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ സമ്മതിച്ചെന്ന്. എന്നാ പിന്നെ വൈകിക്കാതെ ഈ പാവത്തിന് വല്ലതും തന്നു കഴിഞ്ഞാൽ വൈകുന്നേരം കളിയുള്ളതാണേ. അങ്ങനെ കൃഷ്ണൻ പൈസ എടുത്ത് മനോഹരന്റെ കയ്യിൽ കൊടുക്കുന്നു. കോസ്റ്റ്യൂമും ഹെയറൊക്കെ വാടകയ്ക്ക് എടുത്തതാണ്. അതിനും കൂടി ഒരു 1000 രൂപ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് മനോഹരൻ പറഞ്ഞപ്പോൾ പുഷ്പം പറയുന്നു, പാവത്തുങ്ങളല്ലേ ഇതൊക്കെ കണ്ടാ ജീവിക്കുന്നത്, അങ്ങ് കൊടുത്തേക്ക്. അങ്ങനെ കൃഷ്ണൻ ആ പൈസയും കൂടി കൊടുക്കുന്നു. വളരെ നന്ദി, സന്തോഷം, ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അയാൾ പോയി. അപ്പൊ പിന്നെ എന്താ പരിപാടി, മുരളിയെ കാണുകയല്ലേ എന്ന് പുഷ്പൻ ചോദിക്കുന്നു. ഏയ്, ആ ദൗത്യം നമ്മൾ ചെയ്താൽ ശരിയാവില്ല. അതിന് പറ്റിയ ആള് ഹരിയാണ്. നമ്മളൊരു അല്പം ട്രെയിനിങ് കൊടുത്താൽ മതി, അവൻ ഏറ്റെടുത്ത് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് ഹരി അവിടേക്ക് വിളിക്കുകയാണ് കൃഷ്ണൻ. ഹോ, അപ്പോ ആ കടമ്പ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൃഷ്ണനും പുഷ്പനും കൈ കൊടുക്കുന്നു. ശേഷം കാണിക്കുന്നത് മുരളി കിച്ചണിൽ എന്തോ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഹരി അവിടേക്ക് വന്നു. അത് ശരി, ഇന്നിപ്പോ കിച്ചൺ ഡ്യൂട്ടി കൊച്ചേട്ടനെ ഏൽപ്പിച്ചിട്ട് പുഷ്പൻ ചേട്ടൻ മുങ്ങിയല്ലേ? മുരളി പറയുന്നു, പുഷ്പൻ ചേട്ടൻ മുങ്ങിയതും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒരിക്കലും അടുക്കള കയറാത്ത നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്, അതാ അറിയട്ടെ. അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ കൊച്ചേട്ടൻ സമ്മതിക്കോ എന്നൊക്കെ പറഞ്ഞ ഒരു പരിങ്ങലോടെ ഹരി നിൽക്കുന്നു. കാര്യം പറയൂ, എന്നിട്ട് തീരുമാനിക്കാം ചെയ്യണോ വേണ്ടയോ എന്ന്. അതെ, അഞ്ജലി ചേച്ചിയുടെ വീട്ടിലൊരു പൂജയുണ്ട്. ഒരു ദോഷ പരിഹാര പൂജ നടത്താൻ പോകുന്നു. നടന്നോട്ടെ, അതിന് അവിടെ പൂജ നടക്കുന്നതിന് നമുക്കെന്താ കാര്യം എന്ന് മുരളി പറഞ്ഞപ്പോൾ ഹരി പറയുന്നു, കാര്യമുണ്ട്, നമുക്കും ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ദമ്പതി ഭാവത്തിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുടുംബത്തിലേതെങ്കിലും കല്യാണം കഴിച്ച ദമ്പതികൾ വേണം അവിടെ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞ അവിടെ നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്ന് മുരളി ചോദിക്കുന്നു. അവിടെ ആരും വിവാഹിതരല്ലല്ലോ. ഒരു താലി കൊണ്ടെങ്കിലും വിവാഹിത എന്ന് പറയാനുള്ളത് ആ ആരതിയാണ്. പക്ഷേ ആരതി ഒറ്റയ്ക്ക് ഇരുന്നാൽ പൂജ പൂർണ്ണമായി നടത്താൻ പറ്റില്ല. ദമ്പതി ഭാവം പൂർണ്ണമായി നടത്തണമെങ്കിൽ അതിന് താലി ചാർത്തിയ പുരുഷൻ കൂടി വേണം. അതുകൊണ്ട് ആ പൂജയിൽ ആരതിക്കൊപ്പം ചേട്ടനും കൂടി വേണമെന്നാ എല്ലാവരും പറയുന്നത്. ആര് പറയുന്നത് എന്ന് മുരളി എടുത്തു ചോദിച്ചപ്പോൾ ആ പൂജ നടത്തുന്ന പൂജാരിയുടെ നിർദ്ദേശം. അത് അഞ്ജലി ചേച്ചി വന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ കൊച്ചേട്ടന്റെ സമ്മതം കിട്ടിയാലേ പൂജ നടക്കൂ എന്ന അവസ്ഥയിലാണെന്ന് ഹരി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, എനിക്ക് പറ്റില്ല. പൂജ നടത്താനേ അവര് വേറെ ആളെ നോക്കട്ടെ. മുരളിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. വേറെ എന്ത് പണി? ഇങ്ങനെ വെറുത്തതുപോലെ പറയല്ലേ കൊച്ചേട്ടാ എന്ന് ഹരി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, വെറുത്തതാടാ, വെറുത്തതിനെ വെറുപ്പോട് തന്നെ പറയാൻ പറ്റൂ. അവിടേക്ക് കൃഷ്ണൻ എത്തി. നീ പോയി വേറെ വല്ല പണിയും നോക്ക്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ബാക്കിയും കൂടി ചെയ്യാൻ സഹായിക്ക്. ഞാൻ പോയി നിനക്ക് കുടിക്കാൻ നല്ല തണുത്ത ജ്യൂസ് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ മുരളി പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് കൃഷ്ണൻ കൈയും കെട്ടി മുന്നിൽ നിൽക്കുന്നത് മുരളി കാണുന്നത്. ഒരു പുഞ്ചിരിയോടെ ഹരിയും നിൽക്കുന്നു. കൃഷ്ണൻ പറയുന്നു, മുരളി, ഹരി സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ടാ. മാംഗല്യപൂജ അവരുടെ കുടുംബത്തിലെ ദോഷ പരിഹാരത്തിനാണെങ്കിലും ആ ദോഷത്തിൽ നിനക്കും ഒരു പങ്കുണ്ട്. ഏത് സിറ്റുവേഷനിലാണെങ്കിലും അബോധാവസ്ഥയിൽ ആരതിയുടെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്നുള്ള പങ്ക് അതറിയാവുന്നോണ്ടാ പൂജയ്ക്ക്
നിന്നെ സമ്മതിപ്പിച്ച് കൂടെ കൊണ്ടുപോകാമെന്ന് ഞാൻ അഞ്ജലിക്ക് വാക്ക് കൊടുത്തത്. ആ വാക്ക് പാലിക്കാനായില്ല എങ്കിൽ എനിക്ക് പിന്നെ അവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ തല കുനിക്കുന്നത് കാണാനാ നിന്റെ ആഗ്രഹമെങ്കിൽ നീ പൂജയ്ക്ക് സഹകരിക്കണ്ട. അതല്ല എൻ്റെ തല അഭിമാനത്തോടെ ഉയർന്നിരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പൂജയ്ക്ക് നീ പങ്കെടുക്കണം. എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. നിനക്ക് തീരുമാനിക്കാം എന്ന് 2-3 ഡയലോഗ് പറഞ്ഞിട്ട് കൃഷ്ണൻ അവിടെ നിന്ന് പോയപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് മുരളി. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ മറുത്തൊരക്ഷരം പോലും മുരളിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഹരി പറയുന്നു, അല്ല കൊച്ചേട്ടൻ ഈ പൂജയ്ക്ക് സമ്മതിച്ചാൽ പിന്നെ വല്യേട്ടൻ്റെ വാക്ക് പാലിക്കുക മാത്രമല്ല, വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ചിലപ്പോൾ വല്യേട്ടനും അഞ്ജലി ചേച്ചിയും ഒന്നാകാനുള്ള വഴി തെളിഞ്ഞാലോ? ഒരു വെടിക്ക് 2 പക്ഷിയെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു പൂജയ്ക്ക് 2 കല്യാണം നടക്കുമെന്നർത്ഥം. ഒന്ന് പോടാ, അവൻ്റെ ഒരു കല്യാണം. പൂജയ്ക്ക് ഞാൻ സമ്മതിക്കാം. അത് പക്ഷേ ആ കുടുംബത്തിന് ദോഷപരിഹാരത്തിനല്ല, എൻ്റെ ഏട്ടൻ ജയിക്കാൻ വേണ്ടിയാ, എൻ്റെ ഏട്ടൻ ജയിച്ച് കാണാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞിട്ട് മുരളി പോകുന്നു. സന്തോഷത്തോടെ നിൽക്കുകയാണ് ഹരി. പിന്നീട് കാണിക്കുന്നത് ഭവാനി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. താഴേക്ക് ഇറങ്ങി വരികയാണ് മണിച്ചൻ. എൻ്റെ ഭവാനിയമ്മേ, സാർ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, ഒന്ന് ചെന്ന് സംസാരിക്കുക. നാളെ രാവിലെ ആ സ്വർണ്ണ പണിക്കാരൻ ഇവിടേക്ക് എത്തും താലി പണിക്കാനായി. ഭവാനിയമ്മ നിർബന്ധം പിടിച്ച് മേഘൻ സാറിനെ കൊണ്ട് തട്ടാനെ വരുത്തിക്കേണ്ട എന്ന് ഒരു വാക്ക് പറയിച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എൻ്റെ പൊന്നു മണിച്ചാ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മേഘനും അതെങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ എന്ന് ഭവാനി. ഈ കല്യാണം നടക്കുന്നത് കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ദോഷങ്ങളെപ്പറ്റി ഭവാനിയമ്മയെ ഓർമ്മിപ്പിക്കുകയാണ് മണിച്ചൻ. സുഭദ്രാമയുടെ പ്രേതാത്മാവ് വന്ന് എല്ലാത്തിനെയും ജീവൻ എടുത്താൽ കല്യാണ പന്തൽ അഴിക്കാതെ തന്നെ 16 അടിയന്തരവും നടത്താം. എന്ത് വേണമെന്ന് ഇനി ഭവാനിയമ്മ തന്നെ തീരുമാനിക്കുകയും ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞ് മണിച്ചൻ പോയപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ഭവാനിയമ്മ. സുഭദ്ര അന്ന് ഭവാനിയമ്മയുടെ കഴുത്തിങ്ങനെ ഞെരിച്ചിരുന്ന ഒരു രാത്രിയിൽ, ആ രാത്രിയെക്കുറിച്ച് ഭവാനിയമ്മ ഇപ്പോൾ ആലോചിച്ച് ടെൻഷനോടെയും പേടിയോടെയും നിൽക്കുന്നു. മേഘനാഥനോട് പറയണോ പറയണ്ടേ? സുഭദ്രയുടെ മുഖവും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നുണ്ട് ടെൻഷനോടെ ഭവാനി. ആ സമയം സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങി വരികയാണ് മേഘനാഥൻ. അമ്മയെന്ന് വിളിച്ചിട്ട് വരുന്നു. ഞാൻ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു, മേഘ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ ചെയ്യാൻ പോകുന്ന പൊന്നുരുക്കലും താലിപണിയലും നിർത്തിവെക്കണം. തൃപ്പങ്ങോട്ട് അംശത്തിലെ രാധയെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്നാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം. അത് കേട്ട് മേഘനാഥൻ പറയുന്നു, ബലേ ഭേഷ്, സൂപ്പർ. കോട്ടയ്ക്കൽ വിശ്വംഭരൻ്റെ ഭാര്യ ഭവാനി അത് പറയണം. എല്ലാ ആർഭാടത്തോടെയും എൻ്റെ മനസ്സിൽ സംഭവിച്ച ഒരു കാര്യമാണ് അമ്മ വേണ്ട എന്ന് പറയുന്നത്. സംഭവിച്ചു പോയ ഒരു കാര്യം ഇനി നടത്തരുത് എന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല അമ്മയെ നടത്താതിരുത്താൻ. ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് കേട്ട് ഭവാനി പറയുന്നു, നീയും രാധയുമായിട്ടുള്ള കല്യാണം നടന്നിട്ടില്ല. അത് പക്ഷേ ഒരു അപകടം പിടിച്ച കാര്യമാണെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ചിലപ്പോൾ ഗുരുതരമായിരിക്കും. നമ്മുടെ കയ്യിൽ അത് നിൽക്കില്ല. അത് കേട്ട് മേഘനാഥൻ പറയുന്നു, ഏയ് ഒന്നുമില്ലമ്മേ, ഇതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമാണ്. സുഭദ്രയെ രാധയുടെ രൂപത്തിൽ വളർത്തിയെടുത്തത് എനിക്ക് വേണ്ടി തന്നെയാണ്. പിന്നെ ഞാൻ എന്തിനാ ഈ വിവാഹം വേണ്ട എന്ന് വെക്കുന്നത്? ഭവാനി പറയുന്നു, ശരി, നിനക്ക് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. തൃപ്പങ്ങോട്ട് അമ്പലത്തിലെ തിരുമേനിയെ നമുക്ക് ഇങ്ങോട്ട് വരുത്താം. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഈ കല്യാണത്തിൻ്റെ ഭവിഷ്യത്തുകൾ എന്നും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞാൽ മാത്രം നമുക്കിത് നടത്താം. എന്താ പോരെ? അത് കേട്ട് മേഘനാഥൻ പറയുന്നു, അയ്യേ, അയാൾ വെറും കള്ളനാണമ്മേ, കള്ള പൂജാരി. മുമ്പ് പൂജയ്ക്കുള്ള കുറി തന്നിട്ട് പൂജയ്ക്ക് വരാത്ത മഹാ കള്ളനാണ് അയാൾ. അമ്മയുടെ മനസ്സിൽ എന്താ ഈ ഭയത്തിന് കാരണം? അതാദ്യം എന്നോട് പറയേ. പൂജാരിയൊന്നും വേണ്ട, ഞാൻ തന്നെ മതി അതിന് പരിഹാരം കാണാൻ. മോനെ, സ്വന്തം അനിയത്തി രാധയെ തന്നെ വിവാഹം കഴിക്കാനുള്ള നിന്റെ ഈ തീരുമാനം നീ തന്നെ ഒന്ന് നടത്തണമെന്ന് വിചാരിച്ചാൽ സുഭദ്രയുടെ ആത്മാവ് ഇത് നടത്തുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ഭവാനി പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ. അയ്യോ എന്നൊക്കെ പറഞ്ഞ് ചിരി നിർത്തുന്നില്ല. എൻ്റെ അമ്മ, അവളെന്നോ ശൂന്യതയിൽ ലയിച്ചു കഴിഞ്ഞതാ. ഈ ലോകത്തോ പരലോകത്തോ ആ ആത്മാവിനി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അവളെ ഞാനിപ്പോൾ കണക്കാക്കുന്നില്ല. ഈ കല്യാണ കാര്യത്തിലെല്ലാം ഞാൻ എന്താണോ തീരുമാനിച്ചത് ഞാനത് നടത്തിയിരിക്കും, അത് ഉറപ്പ്. ഭവാനി പറയുന്നു, ശരി, ഈ കാര്യത്തിൽ നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് നിന്നോടൊപ്പം തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. നീ ഞാനും 2 വഴിക്ക് ചിന്തിക്കുന്നവരാണ്. നിനക്കൊപ്പം ഇനി ഞാൻ ഉണ്ടാവില്ല. നീ ഈ കല്യാണ തീരുമാനം മാറ്റാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ്. അത് കേട്ട് മേഘനാഥൻ അമ്മയോട് ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പാണെന്ന് ഭവാനി. പെട്ടെന്ന് തന്നെ മേഘനാഥൻ ഭവാനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാറിലെ ഡോറ് തുറന്ന് കാറിലേക്ക് കയറ്റുന്നു. ഇപ്പോൾ ഈ നിമിഷം അമ്മയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം. ഇനി മേലാൽ ഞാൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന എൻ്റെ ഭാര്യ രാധയെ ഡിസ്റ്റർബ് ചെയ്യാൻ ഇങ്ങോട്ട് മടങ്ങി വരരുത്. കേറകത്ത് സമയം കളയണ്ട എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഭവാനി പറയുന്നു, നീ ഈ കാണിക്കുന്നത് മാതൃനിന്ദയാണ്.
അച്ഛനെയും അമ്മയും നിന്ദിച്ചാലുള്ള ഫലം എന്താണെന്ന് നിനക്കറിയോ? സോറി അമ്മേ, ഇതിന്റെ പേരിൽ എന്ത് ഫലമുണ്ടായാലും അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അമ്മയ്ക്ക് പോവാം, നിൽക്കാം, ശപിക്കാം, പ്രാർത്ഥിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം. അമ്മ എന്ത് തീരുമാനിച്ചാലും ഒന്ന് മനസ്സിലാക്കിക്കോ. ആരൊക്കെ തടുത്താലും, എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, ആരൊക്കെ വഴി മുടക്കി കുറുകെ വന്നാലും ശരി, രാധ ഈ മേഘനാഥന്റെ വധുവായി മാറിയിരിക്കും. ഞാൻ പൊന്നൊരുക്കി പണിയിക്കുന്ന താലി അണിഞ്ഞ് അവളെന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കും. അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയ സുഭദ്രയുമായിട്ടുള്ള ജീവിതം ഞാൻ രാധയിലൂടെ വീണ്ടെടുക്കും. അത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മേഘനാഥൻ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.